ക്യാൻസറിൻ്റെ മുഴ നമുക്കിപ്പം നമ്മൾ പുറമേ കാണുന്ന പോലത്തെ ഒരു മുഴ ആണ്, പക്ഷേ ഇപ്പോൾ ക്യാൻസർ പോലത്തതാണെങ്കിൽ അത് പോവില്ല. അടുത്തിടെ ക്യാൻസറിന്റെ വാക്സിന്റെ പണിപ്പുരയിലാണ് എന്നൊരു വാർത്ത ശുഭസൂചകമായിട്ട് എല്ലാവരും കേൾക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരു കാര്യം ടുബാക്കോ യൂസാണ്. അപ്പോൾ പുകയില നമുക്ക് പലപ്പോഴും ക്യാൻസറിൽ നമുക്ക് ക്യാൻസർ വരുന്നതിന് മുമ്പേ തടയുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും നന്നായിരിക്കും. നമുക്ക് കഴിഞ്ഞൊരു 30 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഒരു 3 ഇരട്ടിയോളം ഒരു വർധനവ് കണ്ടിട്ടുള്ള ഒരു ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്. തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലായിരുന്നു, ഒരു ലക്ഷണം. പക്ഷെ അത് രണ്ടും രണ്ട് കാര്യമാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം സമയം കിട്ടില്ല, പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കും. ചില ആളുകളിൽ മറുകൊക്കെ ഉണ്ടായി, അത് കാണുമ്പോൾ ആളുകൾക്കൊരു ഭീതിയാണ്, ഇതെനിക്ക് ക്യാൻസർ ആണോ, അല്ലെങ്കിൽ ഈ മറുകൊക്കെ ഉണ്ടാകുന്നത് അത് എങ്ങനെയാണ്, അത് പടരുമ്പോഴാണോ മനസ്സിലാവുന്നത്? ക്യാൻസറിൻ്റെ ആ ഒരു പ്രോസസ്സിൽ ഒരു ഫൈനൽ ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് മറ്റ് ശരീരഭാഗങ്ങളിലേക്കൊക്കെ പടർന്നു വരിക. തലവേദന നമുക്ക് കൂടുതലായിട്ട്, അത് മാത്രമാണ് ഒരു ലക്ഷണമെങ്കിലും അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കുകയാണ് എപ്പോഴും നല്ലത്. ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷോണാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇപ്പോൾ വളരെ ഭയത്തോടു കൂടി എല്ലാ കാലത്തും കാണുന്ന ഒരു രോഗമാണ് ക്യാൻസർ. അടുത്തിടെ ക്യാൻസറിൻ്റെ വാക്സിൻ്റെ പണിപ്പുരയിലാണ് എന്നൊരു വാർത്ത ശുഭസൂചകമായിട്ട് എല്ലാവരും കേൾക്കുകയുണ്ടായി. അതിനെ പറ്റിയിട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ആ വാക്സിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ? എന്തായാലും നമുക്ക് ഉടനെ കിട്ടുന്നൊരു സംഭവമാണോ? ക്യാൻസർ ചികിത്സയിൽ തീർച്ചയായിട്ടും വളരെ ശുഭസൂചകമായിട്ടുള്ള പല ലക്ഷണങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്യാൻസർ ഉണ്ടാകുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വൈദ്യശാസ്ത്ര രംഗം ഒരുപാട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻസറിൻ്റെ മേലെ. ക്യാൻസർ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ ഒരു മോളിക്കുലാർ ലെവലിൽ അത് മനസ്സിലാക്കി അതിനെ ഓരോ ടാർഗറ്റിലും നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ. കാരണം ക്യാൻസർ ഉണ്ടാകുന്ന ഒറ്റയൊരു പ്രോസസ്സല്ല, ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മോളിക്കുലാർ പാത്വേ ഉണ്ട്. അത് ഓരോ അപ്പോൾ അതിൻ്റെ ഓരോ മോളിക്യൂളിലും നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനും എങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് പുതിയ പ്രതീക്ഷകളുള്ള ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പറഞ്ഞ ഒരു വാക്സിൻ എന്ന് പറയുന്നത് പക്ഷേ കൂടുതലും ഒരു ഹൈപ്പായിട്ട് നമുക്കിപ്പോൾ തൽക്കാലം കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. നമ്മൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണെന്നുള്ളതേ ഉള്ളൂ. വയറിലുണ്ടാവുന്ന ഒരു ക്യാൻസറിന് അത് ഇതേപോലെ അതിൻ്റെ ഒരു തുടക്കത്തിലുള്ള കുറച്ച് പഠനങ്ങളാണ്. അപ്പം ക്യാൻസർ വാക്സിൻ എന്ന് പറയുന്ന ഒരു രീതിയിലൊരു വല്ലാതൊരു ഹൈപ്പാണ്. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക കുട്ടികളിലൊക്കെ കൊടുക്കുന്ന വാക്സിൻ കൊടുത്ത് അതിന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതല്ല. പക്ഷേ ക്യാൻസറിൻ്റെ ആ ഒരു മൾട്ടി സ്റ്റെപ്പ് ക്യാൻസർ പ്രോസസ്സിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള റിസൾട്ട് ഉണ്ടാകുന്ന തന്നെ ആയിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഇപ്പം വരുന്നുണ്ട്. അപ്പം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മരുന്നിൻ്റെ ഒരു പഠനമാണ് ഇപ്പം ഇത്ര ഒരു ഹൈപ്പ് പോലെ വന്നിരിക്കുന്നത്. അതിനിയും എന്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ? ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്ക്. ഓക്കെ ഡോക്ടർ, നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നുക എനിക്ക് എന്ത് ലക്ഷണങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ആളുകൾ വിചാരിക്കാറുണ്ട്. കാരണം പല ക്യാൻസറിനും പല തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാൽ പൊതുവായ എന്തെങ്കിലും ലക്ഷണങ്ങൾ ക്യാൻസറിനുണ്ടോ? ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് സൈറ്റ് സ്പെസിഫിക് ആണ്. നമുക്ക് എവിടെയാണോ ക്യാൻസർ വരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുക. വായിലുണ്ടാവുന്ന ക്യാൻസർ ആണെങ്കിൽ വായിലുണ്ടാവുന്ന മുറിവുകൾ, ഉണങ്ങാതിരിക്കുന്ന വ്രണങ്ങൾ, പിന്നെ വെളുത്ത പാടുകൾ, പിന്നെ ഗ്രോത്തായിട്ട്, അതായത് മുഴയായിട്ട് തന്നെ വരിക. ഇപ്പം താടിയലിനാണെങ്കിൽ വേണമെങ്കിൽ മുഴയായിട്ടോ അല്ലെങ്കിൽ വായിക്കൂടെയുള്ള ബ്ലീഡിങ് ആയിട്ടോ ഗം സ്വെല്ലിംഗ് ആയിട്ടോ ഒക്കെ വരാം. തൊണ്ടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ശബ്ദ വ്യത്യാസമായിട്ട് വരാം. ഇപ്പോൾ തൈറോയിഡിലാണെങ്കിൽ ചിലപ്പോൾ മുഴയായിട്ട് വരാം, ചിലപ്പോൾ വലിയ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ഇപ്പം വയറുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളായിരിക്കാം. അതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ അവിടെയുള്ള ഒരു ഗ്രോത്ത് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും വരിക. പല വൻകുടലിനോട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ റെക്ടവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു പെറക്ടൽ ബ്ലീഡിങ്, അങ്ങനെയുള്ള പല ലക്ഷണങ്ങളായിരിക്കും. അപ്പോൾ പലപ്പോഴും ക്യാൻസറിന് പൊതുവായിട്ടെന്നുള്ളതിനേക്കാൾ കൂടുതൽ സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്യാൻസറിൻ്റെ ഇപ്പോഴുള്ള ഒരു ചികിത്സ എന്ന് പറയുമ്പം സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡെലിവറിയും അതിനനുസരിച്ചിട്ടുള്ള റിസർച്ചും
പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും ക്യാൻസറിൻ്റെ പൊതുവായിട്ടുള്ളത് നമുക്കൊരു മോളിക്കുലാർ ബേസിസോ അല്ലെങ്കിൽ ക്യാൻസറിന് പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അനിയന്ത്രിതമായിട്ട് ഉള്ള വളർച്ച. ഒരു മുഴ വരികയാണ്, ഇപ്പോൾ ക്യാൻസർ അല്ലാത്തൊരു മുഴയാണെങ്കിൽ അത് ആ ഒരു സൈറ്റിൽ നിൽക്കുന്നു, മെല്ലെ മെല്ലെ വളരാം. പക്ഷേ ക്യാൻസർ കൺട്രോൾ ഇല്ലാതെ വളരുകയും പിന്നെ അതിന് പടരാനുള്ള കഴിവ്, അപ്പോൾ അത് വരുമ്പോഴാണ് നമ്മളതിനെ ക്യാൻസറായിട്ട് വരിക. ഈ ക്യാൻസറിൻ്റെ മുഴ എന്താണ് പ്രത്യേകത ഉണ്ടാവുക, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നമ്മൾ പുറമേ കാണുന്ന പോലത്തെ ഒരു മുഴ ആണ്, ഇപ്പം നാവലുണ്ടാകുന്ന ഒരു അൾസറേഷനാണ്. അത് വലുതായിക്കൊണ്ടിരിക്കും, അത് ചെറുതാവില്ല. അപ്പം ചെറുതാവില്ല. നമുക്കിപ്പോൾ വായിലിപ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ഒരു അൾസറാണ്, മൗത്ത് അൾസർ വരുന്നു, അത് വരുന്നു പോകുന്നു, അങ്ങനെയല്ലേ. പക്ഷേ ഇപ്പോൾ ക്യാൻസർ പോലത്തതാണെങ്കിൽ അത് പോവില്ല, മനസ്സിലായി, അത് വലുതായിക്കൊണ്ടിരിക്കും, പിന്നെ അത് മറ്റു ഭാഗങ്ങളിലേക്ക് പടരാം. അപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ ഇതൊക്കെ തന്നെയാണ്, അത് പടരാനുള്ള സാധ്യത. അത് ലോക്കൽ ഒരു ഗ്രോത്ത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാം. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ ചിലപ്പോൾ നമുക്കൊരു ജനറൽ ആയിട്ടുള്ളത് പറയുകയാണെങ്കിൽ നമുക്കൊരു വെയിറ്റ് ലോസ്, അങ്ങനത്തെ ലക്ഷണങ്ങൾ പല ക്യാൻസേഴ്സിലും വരാം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം മൗത്ത് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളിൽ. മൗത്ത് ക്യാൻസറിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അതിൻ്റെ ചികിത്സകളൊക്കെ എങ്ങനെയായിരിക്കും? വായിലുണ്ടാകുന്ന ക്യാൻസർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസറാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടുബാക്കോ യൂസാണ്. അപ്പോൾ പുകയില നമുക്ക് പലപ്പോഴും ക്യാൻസറിൽ നമുക്ക് ക്യാൻസർ വരുന്നതിന് മുമ്പേ തടയുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും നന്നായിരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടുബാക്കോ യൂസ്. അതായത് ആളുകളെ അതിനെപ്പറ്റി കൂടുതൽ അവെയർ ആക്കുക. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ടുബാക്കോ ഉപയോഗിക്കുന്ന നമ്മളെ വീട്ടുകാരൊന്നും അറിയണമെന്ന് തന്നെയില്ല, അങ്ങനത്തെ ഒരു സാധ്യത അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ടുബാക്കോ യൂസാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതേപോലെ തന്നെ ഈ മദ്യപാനമൊക്കെ ഇതുമായിട്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ക്യാൻസറുമായി മാത്രമല്ല, ഇപ്പോൾ ശ്വാസകോശ രോഗങ്ങളോ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളോ, ഇപ്പോൾ മദ്യപാനാണെങ്കിൽ ലിവറുമായിട്ടുള്ളതോ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ ഒക്കെ ഉള്ള പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഇപ്പോൾ വായിലുണ്ടാകുന്ന ക്യാൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ടുബാക്കോ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളിലും ക്യാൻസർ ഒരു വലിയൊരു ശതമാനം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ ഒരു പഠനം നമ്മളുടെ സൈഡിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുകയും കൂടുതൽ പഠനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെയാണോ, ഓരോ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിലും നമ്മൾ ഇങ്ങനെയാണോ കാണുന്നത് എന്നൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് വായിലിപ്പോൾ ഒരു അൾസറേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു വെളുത്ത പാടോ എന്തെങ്കിലും വന്നു, അപ്പോൾ നമുക്കൊരു അഡിക്ഷൻ ഇല്ല എന്ന് വെച്ചിട്ട് നമ്മളതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല, മനസ്സിലായില്ലേ. കാരണം പലപ്പോഴും നിസ്സാരമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമുക്കത് വെച്ചുകൊണ്ടിരുന്ന കൂടുതൽ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു പ്രശ്നത്തിലേക്ക് കടക്കും. അതായത് ഒരു 2-3 വീക്സിൽ കൂടുതൽ നമുക്കൊരു അൾസറേഷനോ അത് കുറയുന്നില്ല, കൂടുന്നുണ്ട്, പെർസിസ്റ്റന്റ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണേലും അതിനെ വേണ്ട ഒരു കെയർ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വായിലുണ്ടാകുന്ന മുറിവ്, അതുപോലെ വായിലെ വെളുത്ത പാടുകൾ, ഇതൊക്കെ തന്നെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതലും? അതെ, വായിലുണ്ടാവുന്ന ക്യാൻസറിനെ സംബന്ധിച്ച് വായിലുണ്ടാവുന്ന അൾസറേഷൻസ്, വായിലുണ്ടാവുന്ന വെളുത്തപ്പാട്, വായിലുണ്ടാവുന്ന ഇപ്പോൾ ഈ പല്ലൊക്കെ ആണെങ്കിൽ ലൂസാവോ, ഗം ബ്ലീഡിങ്, ഇതൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് തന്നെ വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത് ഏറ്റവും കാണാൻ പറ്റുന്ന വേണമെങ്കിൽ അടുത്തുള്ള ഒരു ഡെൻ്റൽ ഡോക്ടറെയോ മാക്സിലോഫേഷ്യൽ ഡോക്ടറോ ENT ഡോക്ടറെയോ നമുക്ക് ആരാണോ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള അവരെ കാണുക. പിന്നെ അപ്പോൾ അതുകൊണ്ട് ചികിത്സ കൊണ്ട് പെട്ടെന്നൊരു ലക്ഷണം ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോവുക. പിന്നെ ഇപ്പം നമുക്കതിലൊരു ബയോപ്സിയാണ് പലപ്പോഴും ഈ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തുടക്കത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളരെ നല്ല ക്യൂർ റേറ്റ് ഉള്ളതാണ്. ഞാനിപ്പം ഞങ്ങളുടെ ഒരു ഡേറ്റ തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ നമുക്കൊരു 95% പേഷ്യൻസിന് ക്യൂർ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് 2 സ്റ്റേജ് 3 കൂടെ കൂട്ടുകയാണെങ്കിൽ പോലും ഒരു 90% കൂടുതൽ ആളുകൾക്കും വായിലുള്ള ക്യാൻസറിന് ക്യൂർ കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റേജ് കൂടുകയാണെങ്കിൽ നമുക്ക് സർജറിയുടെ വലുപ്പം കൂടും. ഇപ്പോൾ പക്ഷേ അതിനേക്കാളും നമുക്ക് മുഖത്തൊന്നും പാടില്ലാതെയും
പിന്നെ താടിയൊക്കെ പോയാലും അത് അതേപോലെ തന്നെ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരുപാട് സാങ്കേതിക വിദ്യയിൽ നമ്മൾ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലിലാണെങ്കിലും ടീം വർക്കിലാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു സർജറിക്ക് ഇപ്പോൾ ഇവൻ ഒരു അനസ്തീഷ്യ കൊടുക്കാനാണെങ്കിലും ഭയങ്കര ഒരു കോംപ്ലക്സ് ആണ്. പക്ഷെ അതിലൊക്കെ നമ്മളൊരു ആസ് എ ടീം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ മരുന്നുകളാണെങ്കിലും ഇപ്പം സർജറി കഴിഞ്ഞ ശേഷം കുറച്ചൊരു അഡ്വാൻസ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാണുന്ന ഒരു കാര്യം അതിലുള്ള ഇമ്മ്യൂണോതെറാപ്പിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പം വയറുണ്ടാകുന്ന ക്യാൻസർ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുക, അല്ലെങ്കിൽ അസുഖം ട്രീറ്റ് ചെയ്ത ശേഷം എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്ത ശേഷവും തിരിച്ചു വരിക. ഇപ്പോൾ റേഡിയേഷനും കീമോയും സർജറി കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരിക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാഹചര്യം. നമുക്ക് മുമ്പോട്ടും ക്യൂർ ഇല്ലാത്ത എന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ഒരവസ്ഥ. അതിൽ നിന്ന് നമുക്കിപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി വഴി എല്ലാവർക്കും അല്ലെങ്കിലും ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക്, ഒരു 30% ഒക്കെ ഒരു ആളുകൾക്ക് ഒരു നല്ലൊരു പ്രതീക്ഷ, ക്യൂറിൻ്റെ തന്നെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഡോക്ടർ ഇപ്പോൾ സ്റ്റേജിൻ്റെ കാര്യം, ഓരോ സ്റ്റേജുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ക്യാൻസറിൽ 4th സ്റ്റേജിലെത്തിയാൽ പിന്നെ അത് ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഇതിൽ ഈ സ്റ്റേജിന് നമ്മൾ ഒരു കൂടുതലായിട്ടൊരു പ്രാധാന്യം കൊടുത്തു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സ്റ്റേജ് 4 എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ തന്നെ ഏതാണ് സ്റ്റേജ് എന്ന് ഉള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോൾ സ്റ്റേജ് 1, 2, 3 ഓറൽ ക്യാൻസറിന് നമ്മുടെ ഡേറ്റ അനുസരിച്ച് 90% കൂടുതൽ നമുക്ക് റിസൾട്ട്സ് ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ സ്റ്റേജ് 3 ആണ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് പേടിക്കും അല്ലേ? പക്ഷേ അത്രയ്ക്കുള്ള ഒരിതില്ല. പിന്നെ സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ പിന്നെയും സബ് ഡിവിഷൻസ് ഉണ്ട്, ABC എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്റ്റേജ് 4A ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ നമുക്കൊരു 70% ആളുകൾക്ക് അവിടെയും ക്യൂർ ഉണ്ട്. ഇപ്പോൾ സ്റ്റേജ് 4B ആണെങ്കിൽ നമുക്കൊരു ക്ലോസ് ടു 60% ആളുകൾക്ക് ക്യൂർ ഉണ്ട്. സ്റ്റേജ് 4C അതായത് മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന ഒരു ക്യാൻസർ, അവിടെയാണ് നമുക്കൊരു റിസൾട്ട് ഇല്ലാതിരുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണങ്ങളെന്ന് പറയാം, അതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തൊണ്ടയിലുണ്ടാകുന്ന, അതായത് തൈറോയിഡ് ക്യാൻസർ, അത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഇപ്പം ധാരാളം കണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കാണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും തൈറോയിഡ് ക്യാൻസർ ഇപ്പോൾ കണ്ടുവരുന്നത്. തൈറോയിഡ് ക്യാൻസർ എത്രത്തോളം ചികിത്സിച്ചാൽ ഭേദമാക്കാൻ പറ്റും? അത് നമുക്ക് അത്രത്തോളം പേടിക്കേണ്ട ഒന്നാണോ? തൈറോയിഡ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണോ അതിൻ്റെ ഒരു ചികിത്സാ രീതി? തൈറോയ്ഡ് ക്യാൻസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞൊരു 30 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഒരു 3 ഇരട്ടിയോളം ഒരു വർധനവ് കണ്ടിട്ടുള്ള ഒരു ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കരുതപ്പെടുന്നത് നമ്മൾ മുമ്പത്തേനേക്കാൾ കൂടുതൽ ടെസ്റ്റുകൾ, ഇമേജിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കഴുത്തിനോ നട്ടലിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഷോൾഡറോ ഇതൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്കാനുകളൊക്കെ ചെയ്തു നോക്കും. അപ്പം ഇത്തരം മുഴകൾ കാണുന്നു, അല്ലെങ്കിൽ ഇത് വലിയ ലക്ഷണങ്ങൾ അവസാന സമയം വരെ കാണിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 90-95% തൈറോയ്ഡ് ക്യാൻസറുകളും വളരെ സ്ലോ ഗ്രോയിങ്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വളരുകയോ അങ്ങനത്തെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. അപ്പോൾ ഈ ക്യാൻസേഴ്സിൻ്റെ ഒരു ഡിറ്റക്ഷൻ വല്ലാണ്ട് കൂടി. മുമ്പ് ഇത് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കാര്യമായിട്ടൊരു ലക്ഷണം വരുമ്പോഴേ ആളുകൾ അതൊരു ടെസ്റ്റിനായി പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഡിറ്റക്ഷൻ വല്ലാതെ കൂടി എന്നുള്ള ഒരു കാരണമാണ്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാരണങ്ങളുണ്ടോ എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മൾ ഒരു പഠനം നടത്തേണ്ടതാണെന്നുള്ളതാണ്. കാരണം നമുക്കതിനെപ്പറ്റി അത്ര ഒരുപാടൊരു ധാരണകൾ ഇല്ല. അപ്പോൾ അതും ചെയ്യേണ്ട ഒരു കാര്യമാണ്. തൈറോയ്ഡ് ക്യാൻസർ പൊതുവെ റേഡിയേഷൻ എക്സ്പോഷർ ഉള്ള ആളുകളിൽ, അതുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ തൈറോയ്ഡ് ക്യാൻസറിൽ ഒരു ഇൻക്രീസ് കണ്ടിട്ടുണ്ട്. അപ്പം ആണവ റിയാക്ടറുകളിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടാവുന്ന സ്ഥലം, ഇപ്പോൾ ചെർണോബിലിലോ അല്ലെങ്കിൽ ഇപ്പം ജപ്പാനിൽ മറ്റേ ഫുക്കുഷിമ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു എക്സ്പോഷർ ഉണ്ടായ ശേഷം, ഈ ആണവ എക്സ്പോഷർ ഉണ്ടായ ശേഷം തൈറോയ്ഡ് ക്യാൻസറുള്ള എണ്ണം വല്ലാണ്ട് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ അങ്ങനെ പറയാൻ അതുപോലത്തെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഹോർമോണിലുണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ച് ആയിരിക്കുമോ ഇത് വരാനുള്ള കാരണം? അപ്പം സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനൊരു ബന്ധം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു കാര്യകാരണ സഹിതമായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഹോർമോണൽ ചേഞ്ചും തൈറോയ്ഡ് ക്യാൻസറുമായിട്ട് അങ്ങനെ അങ്ങോട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ
തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലാണ് എന്ന് വിചാരിച്ചിട്ട് തൈറോയ്ഡ് ക്യാൻസർ ഇല്ലയെന്നോ തൈറോയിഡിൽ മുഴകളില്ലയെന്നോ അതിനൊരു അർത്ഥമില്ല. തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ ലെവൽ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ തൈറോയിഡിൻ്റെ ഹോർമോൺ ലെവൽസ് നോർമലാണെങ്കിൽ അത് ഹോർമോൺ നോർമലാണെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഈ മുഴയും ഇതും രണ്ടായിട്ട് തന്നെ കാണണം. കാരണം ഞാനിത് പറയാൻ കാരണം പലപ്പോഴും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്, തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലായിരുന്നു ഒരു ലക്ഷണം, പക്ഷെ അത് രണ്ടും രണ്ട് കാര്യമാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയാണെങ്കിൽ തൈറോയിഡിൽ ഒരു 3-2 ആളുകൾക്ക് ചെറിയ മുഴകളൊക്കെ കാണാം. അതെല്ലാം കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല. കാര്യം അതിൽ പലതും നമുക്കൊന്നും ചെയ്യേണ്ടതല്ല. ചെറിയ മുഴകൾ, ഇപ്പം ക്യാൻസർ അല്ലാത്ത മുഴകൾ അത്ര കോമൺ ആണ്. അപ്പോൾ അതെല്ലാം കയറി പരിശോധിക്കേണ്ട പോലും ആവശ്യമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വളരെ ചെറിയ മുഴകളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ താഴെയുള്ള മുഴകൾ, അതൊക്കെയാണെങ്കിൽ നമ്മൾ പാനിക് ചെയ്യേണ്ട ഒരു സാഹചര്യം പലപ്പോഴും വരുന്നില്ല. അപ്പം നമ്മളത് ഏത് പരിശോധിക്കണം ഏത് പരിശോധിക്കേണ്ട എന്നുള്ളത് പോലും നമുക്ക് ഡോക്ടർ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീരെ ചെറുതാണെങ്കിൽ നമുക്ക് ചിലപ്പം ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ടും പേഷ്യൻ്റെ ഒരു സാഹചര്യം നോക്കി നമുക്കൊരു ഫോളോ അപ്പ് പോലും പലതിലും പോസിബിൾ ആണ്. പക്ഷേ അതിൻ്റെ വലുപ്പം കൂടുന്നതനുസരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ലക്ഷണം, കഴുത്തിലുള്ള കടലകളിലേക്ക് ലിംഫ് നോട്ട്സിലേക്ക് പടരുന്നു, അങ്ങനെ വരികയാണെങ്കിൽ നമുക്കതിന് സർജറി വേണ്ടി വരും. പിന്നെ പെയിൻ ഉണ്ടാവുകയാണോ ചെയ്യുന്നത്? അങ്ങനെ വലിയ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, അതാണ് സ്വെല്ലിംഗ് ആയിട്ട് കാണാം. പിന്നെ ഇപ്പം നമ്മുടെ ശബ്ദത്തിൻ്റെ ഞരമ്പ് ഈ തൈറോയിഡിൻ്റെ ആയിട്ട് വളരെ ഇൻറ്റിമേറ്റ് റിലേഷനിലാണ് പോകുന്നത്. അപ്പം ഞരമ്പിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ശബ്ദത്തിൽ വ്യത്യാസം വരാം. തൊണ്ടയിൽ ഇപ്പോൾ വിൻ പൈപ്പിൻ്റെ മേലെയാണ് തൈറോയിഡ് ഇരിക്കുന്നത്, ഇനി വിൻ പൈപ്പിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്വാസതടസ്സം വരാം. ഇതൊക്കെ പക്ഷേ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്കാണ് വരിക. അപ്പോൾ ഇതിലൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, തൈറോയ്ഡ് ക്യാൻസർ ഇപ്പം നല്ലൊരു ക്ലിയറൻസ്, നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സർജറി കിട്ടുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 100% തന്നെ ക്യൂർ ആവുന്ന ഒരു ക്യാൻസറാണ്. പിന്നെ ഒരു ചുരുക്കമായി വരുന്ന വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു തൈറോയ്ഡ് ക്യാൻസറാണ് അനാപ്ലാസ്റ്റിക് തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് വല്ലപ്പോഴേ വരുള്ളൂ, അതായത് ഒരു 1% താഴെയൊക്കെ അതിൻ്റെ ഒരു ഇതുള്ളൂ. പക്ഷേ വളരെ അഗ്രസീവാണത്. വന്നു കഴിഞ്ഞാൽ നമുക്കധികം സമയം കിട്ടില്ല, പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കും. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഈ അടുത്തായിട്ട് അതിലും ഒരു പ്രതീക്ഷ തരുന്ന പോലത്തെ പല മരുന്നുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ അത് പോസ്റ്റേറ്റീവ് ക്യാൻസർ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം നമ്മളുടെ ഇടയിൽ പുരുഷന്മാരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതുപോലെ അതിന് ചികിത്സയുണ്ടോ? ആ ചികിത്സ എത്രത്തോളം ഫലപ്രദമായിരിക്കും? ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വിദഗ്ധനല്ല. പക്ഷേ പൊതുവേ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള വീക്കം ഉണ്ടെങ്കിൽ നമുക്ക് മൂത്രതടസ്സം, അങ്ങനത്തെ ലക്ഷണങ്ങൾ, പിന്നെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു യൂറോളജിസ്റ്റിനെ കാണണം. കാര്യം അതിൻ്റെ ഒരു ലക്ഷണം നമുക്ക് തോന്നിക്കഴിഞ്ഞ് യൂറോളജിസ്റ്റിനെ കാണണം. പിന്നെ അത് വളരെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ വളരെ നല്ല റിസൾട്ട്സ് വരും. ഈവൻ കുറച്ചൊരു പ്രോഗ്രസ് ചെയ്താൽ പോലും നമുക്ക് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. നമ്മളുടെ ജീവിതശൈലി അത് ക്യാൻസർ വരാൻ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ ഈ ജീവിതശൈലി തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാൻസർ വരുന്നത്. ക്യാൻസറിൻ്റെ ഒരു വലിയൊരു ശതമാനം, മേ ബി ഒരു ക്ലോസ് ടു 50% നമുക്ക് പറയാം, ജീവിതശൈലി വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് തടയാൻ പറ്റുന്നതാണ്. ഒന്ന് നമ്മളുടെ ഹാബിറ്റ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ ടുബാക്കോ, ആൽക്കഹോൾ, ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഇപ്പം ഫുഡ് കൾച്ചർ ആണെങ്കിലും വല്ലാണ്ട് അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഭക്ഷണം എല്ലാം കൂടുതലും നമ്മൾ പുറത്തേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒബീസിറ്റി ഒരു വലിയൊരു ഫാക്ടറാണ്. നമുക്ക് കുറഞ്ഞു വരുന്ന വ്യായാമം പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും നമുക്കൊരു ചിട്ടയായിട്ടുള്ളൊരു ജീവിതം. അപ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കും, പുക വലിക്കാത്തവർക്ക് ക്യാൻസർ വരുന്നില്ലേ, അല്ലെ പുക വലിച്ചിട്ടും ക്യാൻസർ വന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമുക്കൊരു തർക്കവിഷയമാക്കി വെക്കുന്നതിനപ്പുറത്തേക്ക്
ക്യാൻസർ വരാനുള്ള സാധ്യത ഓരോ ആളുകളിൽ എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസർ ഒരു ഇപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പഠനമുണ്ട്, ഹോൾമാർക്സ് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്യാൻസർ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു മോളിക്കുലർ പാത്വേ. അപ്പോൾ ഒരൊറ്റ ഒരു കാരണം കൊണ്ടല്ല ക്യാൻസർ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പല പല കാരണങ്ങളുണ്ട്. അപ്പം ഇത്തരം നമ്മളിപ്പം ന്യായീകരണങ്ങളിലൊന്നും വലിയ അർത്ഥമില്ല. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മളൊരു നല്ല ഭക്ഷണശൈലിയും അതേപോലെ വ്യായാമവും പിന്നെ ഇത്തരം ശീലങ്ങളും നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ക്യാൻസർ സാധ്യത കുറയ്ക്കാം. അതേപോലെ തന്നെ ഇതൊക്കെ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിലല്ല ഈ പറയുന്നത്, പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് പല ക്യാൻസേഴ്സും പൊല്യൂഷൻ കാരണം ഉണ്ടാവണതുണ്ട്. അപ്പം നമ്മൾ ഇതിനെയൊക്കെ ശ്രദ്ധിക്കണം. അത് നമുക്കൊരു സിസ്റ്റം എന്നുള്ള നിലയിലാണ് നമുക്കതിനെ തടുക്കാൻ പറ്റുക. അപ്പം ഞാനെപ്പോഴും തോന്നിയിട്ടുള്ളത്, നമുക്കൊരു വ്യക്തി എന്നുള്ള നിലയിൽ ആളുകളിലേക്ക് മാക്സിമം അവയർനെസ് കൊടുക്കുക, അതേപോലെ ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ നമ്മളിതിനെ വളരെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ സ്വതവേ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ തർക്കിക്കുന്ന ആളുകളാണ്. അവരത്രയും ഒക്കെ ശ്രദ്ധിച്ചിട്ടും അവർക്ക് ക്യാൻസർ വന്നു, ഞാനതൊന്നും ശ്രദ്ധിക്കാതിരുന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളതിൽ ഭൂരിഭാഗം ആളുകളും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് പോലെ. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, തർക്കിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടേ ഞാൻ പറയുള്ളൂ. കാരണം അഭിപ്രായമുള്ള ഒരാൾക്കല്ലേ തർക്കിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു കാര്യത്തെപ്പറ്റി ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടൊരു അഭിപ്രായം പറയും. പക്ഷേ ഈ അഭിപ്രായം നമ്മൾ പറയുമ്പം നമ്മൾ വെറുതെ ഒരു ഡിഫെൻസീവായിട്ടല്ലല്ലോ, നമ്മൾ ആ കാര്യത്തിനെ കഴിയുന്നത്ര ഒരു വ്യക്തതയോടുകൂടി കണ്ടിട്ട് അതിന് എങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം ഈ പലപ്പോഴും തർക്കിക്കുന്ന ആളുകൾക്ക് തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ മലയാളികൾക്ക് അതിനെപ്പറ്റി അറിയാം, തർക്കിക്കുന്ന ആൾക്ക് തന്നെ അറിയാം അവരെന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അപ്പം എനിക്ക് തോന്നുന്നില്ല അവർക്കൊരു ഉപദേശം നമ്മൾ കൊടുക്കണം എന്നുള്ളത്. നമ്മുടെ മുഖത്ത് നേരെ നമ്മളൊരു കണ്ണാടി പിടിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പം ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ടാണ് പ്രധാനം എന്നുള്ളത്. അപ്പം ഇപ്പം നമ്മൾ കെമിക്കൽസ് ഒക്കെ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ഹെയർ ഡേ ഉപയോഗിക്കുന്നവരൊക്കെ ആയാലും അവർ കെമിക്കൽസ് ഒക്കെ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹെയർ ഡേ പോലുള്ള സാധനങ്ങൾ അത് നമ്മളെ എത്രത്തോളം നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ കെമിക്കൽസ് ഒക്കെ? അല്ല, പൊതുവേ ഈ കെമിക്കൽസ് ക്യാൻസറിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ്. അതായത് പക്ഷേ അത് ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നുള്ള, പക്ഷേ ഇപ്പോൾ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ അതിലൊരു വലിയൊരു സ്പെക്ട്രം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കെമിക്കൽസും ക്യാൻസറിൻ്റെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ചില കെമിക്കൽസ് ഇപ്പോൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹെയർ ഡേ ഉപയോഗിക്കുന്നു, അപ്പോൾ അതുമായിട്ട് നമ്മളൊരു ഡയറക്റ്റ്ലി ഒരു ലിങ്കേജ് അങ്ങനെ പ്രൂവണല്ല. അപ്പോൾ അത് കാരണം ഇത് വരുന്നു അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ അങ്ങനെ പഠനങ്ങളിലൂടെയൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ഈ അടുത്തിടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ തലമുടി പലതരത്തിലുള്ള കളറുകൾ എല്ലാ മാസവും ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ കെമിക്കൽസ് മൂലം അവർക്ക് ക്യാൻസർ ഉണ്ടായി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതാണ് ആ ചോദ്യം ചോദിക്കാൻ കാരണം ഉണ്ടായത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലേ ഇപ്പം പലപ്പോഴും നമ്മളത് പഠിക്കേണ്ടതുണ്ട്. കാര്യം ഇപ്പോൾ ഹെയർ ഡേ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അപ്പോൾ ക്യാൻസറും ഇപ്പോൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കിത് പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയൊക്കെ വരും. പക്ഷെ നമുക്കൊരു ഇതൊക്കെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ തന്നെ നമുക്ക്, കാരണം അത് എന്ത് ക്യാൻസറാണ് വന്നത് അവർക്ക്, അപ്പോൾ ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴേ ഉള്ളൂ. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് അങ്ങനത്തെ ഇതുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റഡീസ് ഒന്നുമില്ല. പക്ഷേ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കെമിക്കൽ യൂസസ് ഒക്കെ പൊതുവെ കുറയ്ക്കുക തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ഈ ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, സ്കിന്നിലുണ്ടാകുന്ന ക്യാൻസർ, അത് എങ്ങനെയാണ് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ? സ്കിന്നിലുണ്ടാവുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഇതിപ്പം നമ്മുടെ ഇന്ത്യയേക്കാൾ കൂടുതൽ ഇപ്പം പൊതുവെ വെസ്റ്റേണേഴ്സിലൊക്കെ ഒരുപാട് കൂടുതലായി കാണുന്നത്, ഇവിടെയും കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വെളുത്ത വർഗ്ഗക്കാരിൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അവർക്ക് നമ്മളുടെ അത്ര ഒരു മെലാനിൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അവർക്ക് സ്കിന്നിൽ മുഖത്തുമൊക്കെ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് വളരെ വളരെ കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുമല്ലോ. അപ്പം മറ്റ് ക്യാൻസറുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് പൊതുവെ കാണാൻ പറ്റും. അതും ഇതുപോലെ അൾസറേഷനായിട്ടും മുറിവ് വലുതായി വരിക. ഇപ്പോൾ ചിലതിപ്പോൾ എന്താ വെച്ചാൽ ഈ കറുത്ത പാട് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ഡാർക്കായിട്ട് വരുന്നു, അത് കൂടുതൽ പ്രോമിനൻ്റ് ആയി വരുന്നു.
അപ്പോൾ അതുമൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ പൊതുവെ ഇപ്പം ചില ആളുകളിൽ മറുകൊക്കെ ഉണ്ടായി, അത് കാണുമ്പോൾ ആളുകൾക്കൊരു ഭീതിയാണ്, ഇതെനിക്ക് ക്യാൻസർ ആണോ, അല്ലെങ്കിൽ ഈ മറുകൊക്കെ ഉണ്ടാവുന്നത് അത് എങ്ങനെയാണ്, അത് പടരുമ്പോഴാണോ മനസ്സിലാവുന്നത്? നിർബന്ധമില്ല. കാര്യം ഇപ്പോൾ ഈ മുഖത്തൊക്കെ ഉണ്ടാവുന്നതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ പല ക്യാൻസേഴ്സും പെട്ടെന്ന് പടരണം എന്നില്ല. അപ്പോൾ നമുക്കത് എന്ന് വെച്ചിട്ട് മറുകുകളൊക്കെ വളരെ സാധാരണമാണല്ലോ. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ വ്യാപ്തി കൂടുക, അതിൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുക, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ അതിൽ നിന്ന് മുറിവ് പോലെ വരിക, അതായിരിക്കും മറ്റൊരു ലക്ഷണം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്ടറെ കാണിക്കുക. അതാണ് ഞാനതിൽ അഡ്വൈസ് ചെയ്യുക. കാരണം അതത്ര എളുപ്പമായിരിക്കില്ല നമുക്ക് പലപ്പോഴും അതിൻ്റെ ഡിറ്റക്ട് ചെയ്യാൻ. ഓക്കെ ഡോക്ടർ, ക്യാൻസറുകൾ വെച്ചിട്ട് ഏറ്റവും ഒരു ക്യൂറബിൾ അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു ക്യാൻസർ ഏതായിരിക്കും? അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പല ക്യാൻസേഴ്സും ഉണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അതിൻ്റെയൊക്കെ ഒരു നമ്പർ കുറവാണ്. ഇപ്പം നമുക്കിപ്പോൾ തൈറോയിഡിലുണ്ടായ അനാപ്ലാസ്റ്റിക് ക്യാൻസർ, അതിൽ നമുക്കൊരു ക്യൂർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചെറിയ തോതിലൊക്കെ നമുക്ക് അതിലേക്ക് ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇപ്പം ബ്രെയിനിലൊക്കെ ഉണ്ടാവുന്ന ചില ക്യാൻസേഴ്സ്, അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷൻ കൊണ്ട് തന്നെ അത് കൂടുതൽ കോംപ്ലക്സ് ആയി മാറും. അല്ലെങ്കിൽ സ്പൈനിൽ ഉണ്ടാവുന്ന ചില ക്യാൻസേഴ്സ്, അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കൊണ്ട് ഇപ്പോൾ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു വരുമ്പം പലപ്പോഴും അത് കൂടുതൽ കോംപ്ലക്സ് ആവും. കാരണം ക്യാൻസറിൻ്റെ ആ ഒരു പ്രോസസ്സിൽ ഒരു ഫൈനൽ ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് മറ്റ് ശരീരഭാഗങ്ങളിലേക്കൊക്കെ പടർന്നു വരിക. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പം നമുക്കതിൻ്റെ ചികിത്സയും അതിൻ്റെ ഒരു റിസൾട്ട്സും ഒക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും നമ്മുടെ റിസൾട്ട്സ് തുടക്കത്തിൽ ഒരു സ്റ്റേജ് പോലെ അല്ലാതാവുകയുമാണ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഇതിനെ ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ട് ഏറ്റവും ട്രീറ്റ് ചെയ്താൽ മാറാത്തതെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മേ ബി തിരിച്ചൊന്ന് ചോദിക്കാം, നമുക്ക് ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ക്യാൻസേഴ്സ് ഏതൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതും. അപ്പോൾ ഇപ്പം പറഞ്ഞ സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടല്ലോ, മുഖത്തൊക്കെ ഉള്ളത്, അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ വളരെ നന്നായിട്ട് നമുക്ക് ക്യൂർ കിട്ടുന്ന ഒരു ക്യാൻസറാണ്. അപ്പം ക്ലോസ് ടു ഒരു 90% കൂടുതൽ ആളുകൾക്ക് ക്യൂർ കിട്ടുന്നതാണ്. തൈറോയ്ഡ് ക്യാൻസർ, മെജോറിറ്റി ഓഫ് തൈറോയ്ഡ് ക്യാൻസേഴ്സ് നമുക്കൊരു ക്ലോസ് ടു 100% തന്നെ ഒരു 95% അപ്വേർഡ്സ് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പൂർണ്ണമായിട്ടും. മാത്രമല്ല നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്നും ഇതിൽ മാറുന്നില്ല. വോക്കൽ കോഡിലുണ്ടാകുന്ന ക്യാൻസർ നമുക്കത് പെട്ടെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റും, കാരണം ശബ്ദ വ്യത്യാസമൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ അതിനിപ്പം വായിക്കൂടെ തന്നെ എൻഡോസ്കോപ്പിക്കലി ലേസർ സർജറി ചെയ്തിട്ടൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. അതൊക്കെയാണെങ്കിൽ ഒറ്റ ദിവസം മതിയോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണുന്നു, നമ്മളത് എടുക്കുന്നു, ആ ദിവസം തന്നെ ക്യൂർ കിട്ടും എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ക്യാൻസറാണ്. നമുക്കൊരു 90% അപ്വേർഡ്സ് അതിലും ക്യൂർ റേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് നോട്ട്. അതെ ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ തലവേദന ഉണ്ടാവുമ്പോഴും ആളുകൾക്ക് ഭയങ്കര ഒരു പേടിയുള്ള കാര്യം, എനിക്ക് തലവേദന ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നാളായിട്ട് തലവേദന ഉണ്ട്, അപ്പോൾ അത് എനിക്ക് ബ്രെയിൻ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ, എന്തൊക്കെ ഭീതിയുള്ള ഒരുപാട് ആളുകളുണ്ട്. തലവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ പറയുന്ന പോലെ സൈനസ് ഇൻഫെക്ഷൻസ്, സൈനസൈറ്റിസ്, അങ്ങനത്തെ ഇൻഫെക്ഷൻസ്, പിന്നെ നമുക്ക് ഏറ്റവും വളരെ കോമൺ ആയിട്ടുള്ള മൈഗ്രെയിൻ, ഇപ്പം ചെന്നിക്കുത്ത്, ഇപ്പം മൈഗ്രെയിൻ, ഇതൊക്കെ തലവേദനേൻ്റെ ഒരു വലിയ കാരണമാണ്. പിന്നെ നമുക്ക് സ്ട്രെസ് ഹെഡേക്ക് ഒരുപാട്, കാരണം ഇപ്പോൾ ഉള്ള ഒരു ജോലിയുടെ സാഹചര്യവും ഓട്ടവും എല്ലാം ആയി കഴിയുമ്പോൾ ഒരു തലവേദന, പിന്നെ ബ്ലഡ് പ്രഷർ ഇപ്പം കൂടിയവർക്ക് ഉണ്ടാവുന്ന തലവേദന, അങ്ങനെ പല പല കാരണം, ഉറക്കക്കുറവ് കാരണമുള്ളത്, അപ്പോൾ ഈ പറഞ്ഞ സ്ട്രെസ് ഹെഡേക്ക്. അപ്പോൾ അങ്ങനെ തലവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ തലവേദന ഉണ്ടെന്ന് വെച്ചിട്ട് അതെല്ലാം ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ തലവേദന ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോവാതിരിക്കുക, കൂടി വരിക, അല്ലെങ്കിൽ മറ്റു ലക്ഷണങ്ങൾ അതോടൊപ്പം ഉള്ളത്, ഇങ്ങനെയുള്ളതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്നിരുന്നാലും ഇപ്പോൾ തലവേദന നമുക്ക് കൂടുതലായിട്ട്, അത് മാത്രമാണ് ഒരു ലക്ഷണമെങ്കിലും അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഡോക്ടർക്കാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പരിശോധനയിലൂടെ ഒന്നും കാണാത്ത വരുന്ന സമയത്ത് ചിലപ്പോൾ അതിന് സ്കാനുകളൊക്കെ നിർദ്ദേശിക്കേണ്ടതായിട്ടൊക്കെ വരാം. ഡോക്ടർ, അത് ഈ കീമോതെറാപ്പി, റേഡിയേഷൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് വിഷമങ്ങളുണ്ടാകുന്നുണ്ടല്ലോ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർത്ത് പേടിച്ചിട്ട് ആളുകൾക്ക് പലപ്പോഴും അവരത് ഭയങ്കര സ്ട്രെസ്സായിട്ട് എടുക്കുന്നവരുണ്ട്. ഈ കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സകളൊക്കെ, അതിനെയൊക്കെ നമുക്ക് ആ ഒരു സമയത്തെ ആ ഒരു വിഷമത്തെ മറികടന്ന് പിന്നെ അതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും? എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള, നമ്മൾ
ഒരു ആശുപത്രിയിലേക്ക് പോകാൻ മടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ഒരു തിരുമ ചികിത്സയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നാട്ടു ചികിത്സയ്ക്ക് പോവുകയോ ഒക്കെ ആളുകൾ പോകാനുള്ള അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഇങ്ങനത്തെ ആശുപത്രി ചെന്നാൽ നമ്മളെ ഒന്ന് കുത്തി നോവിക്കാതെ പൊതുവേ വിടില്ല അല്ലേ. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നീഡിലിട്ടിട്ട് ബ്ലഡ് എടുത്ത്, അപ്പോൾ അതിൻ്റെ ഒരു വേദന ഒരു ഫാക്ടറാണ്. അപ്പം ഈ വേദന കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പം ബ്ലഡ് ഒരു പരിശോധന നടത്തുമ്പം അത്ര ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു അഭിപ്രായം എന്നുള്ളതല്ല, നമ്മളത് കഴിയുന്നത്ര ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷനും അസുഖത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊതുവെ ആരോഗ്യത്തെ പറ്റിയിട്ടോ ഉള്ള ഒരു അറിവ് തരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമുക്കതുകൊണ്ട് എപ്പോഴും ഒരു പേടിയാണ് അല്ലേ, ആശുപത്രിയിലേക്ക് പോകുമ്പം. കൊച്ചുങ്ങൾക്കാണെങ്കിൽ പോലും വാക്സിൻ പോലും പക്ഷെ നമുക്കതുകൊണ്ട് എത്രമാത്രം അസുഖങ്ങൾ മാറ്റാൻ പറ്റി. ഇപ്പോൾ ഈ വാക്സിൻ കൊണ്ടൊക്കെ ആണെങ്കിലൊക്കെ ഇപ്പം ഈ വേദനയ്ക്കൊക്കെ നമ്മളൊരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വേദന കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഒരുപാട് നമ്മൾ അതിനെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ടെസ്റ്റിന് മുമ്പ് നമുക്ക് ലോക്കൽ അനസ്തീഷ്യ കൊടുക്കാം, സർഫസ് അനസ്തീഷ്യ ഉണ്ട്. അതായത് നമുക്ക് അതിനു മുമ്പ് ഈ ലോക്കൽ അനസ്തീഷ്യ ജെല്ല്, ടോപ്പിക്കൽ അനസ്തീഷ്യ ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്കിന്നിൻ്റെ ഒരു സെൻസേഷൻ കുറയും. പിന്നെ നമുക്ക് ഇഞ്ചെക്റ്റബിൾ നീഡിലിൻ്റെ ബോർ അത്രയ്ക്ക് ചെറുതാക്കി നമുക്ക് അത്ര വേദന കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം കീമോതെറാപ്പി ഒക്കെ ആണെങ്കിൽ ഇപ്പം കൗണ്ട്സ് ഒക്കെ കുറഞ്ഞു പോവുകയാണെങ്കിൽ കൗണ്ട്സ് കൂടാനും അങ്ങനെയുള്ള മുടി കൊഴിഞ്ഞു പോകുന്നതായിരിക്കാം എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തോന്നുന്നു. ഇപ്പം അങ്ങനെ മുടി കൊഴിഞ്ഞു പോകാതിരിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ അതൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം മുടി കൊഴിഞ്ഞു പോകുമ്പോഴെല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം പക്ഷേ പല മരുന്നുകൾക്കും മുടി കൊഴിഞ്ഞു പോകാറൊന്നുമില്ല. അപ്പം പക്ഷെ നമ്മൾ എപ്പോഴും ഇതാണല്ലോ കാണുക, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ആണ് നമുക്ക് എപ്പോഴും ശ്രദ്ധയിൽപ്പെടുക. ബാക്കിയുള്ളതൊന്നും നമ്മൾ അങ്ങനെ അറിയില്ല. ഇപ്പം ക്യാൻസർ കാരണം ഒരു പേഷ്യൻ്റ് മരിച്ചു പോകുമ്പോഴാണ് നമുക്കതൊരു വാർത്തയാവുന്നത്, രക്ഷപ്പെടുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പം ഇതിനൊക്കെ ഇപ്പം മുടി പോവാത്ത മരുന്നുകളും ഒരുപാടുണ്ട്. പിന്നെ ഇപ്പം മുടി പോയാലും കുറച്ചു കാലം കഴിയുമ്പോൾ അത് പലർക്കും മിക്കവാറും ആളുകൾക്ക് തിരിച്ച് വരുന്നതാണ്. പിന്നെ ഇപ്പോൾ ആണെങ്കിലും നമുക്ക് തൽക്കാലമുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ വിഗുകളും അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിലിപ്പോൾ ഞാനിത് കാണുന്നത് ഇപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ അസുഖങ്ങളൊക്കെ നമ്മളെല്ലാവരും പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ ഒരു അസുഖത്തെ നേരിടണം. കാരണം ഇതിപ്പം ഒരു രോഗിയുടേതോ ഒരു ഡോക്ടറുടേതോ മാത്രം പ്രശ്നമല്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം, ചില ആളുകൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ബട്ട് ആസ് എ സിസ്റ്റം നമ്മളതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെയാണ് ഇതിനെ നേരിടാൻ പറ്റുക. അപ്പോൾ നമ്മളതിനെ പേടിച്ച് നിൽക്കുകയല്ല. കാരണം പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം നെഗറ്റീവായിട്ടല്ലേ തോന്നുള്ളൂ. അപ്പോൾ നമുക്കതിലെ ഒരു പോസിറ്റീവ് ആയിട്ട് അതിനെ ഫേസ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് അതിനെ നേരിടുക. ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരുപാട് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് സർജറിയൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചികിത്സാ രീതിയെ പറ്റിയും അത്തരത്തിലുള്ള സർജറി മെത്തേഡിനെ പറ്റിയിട്ടും കൂടെയൊക്കെ ഒന്ന് അവയർനെസ് തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ക്യാൻസറിൽ നമ്മൾ ആദ്യം അസുഖം ഭേദമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു ഇനീഷ്യൽ ഒരുപാടൊരു ശ്രമങ്ങൾ കൊണ്ട് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് മേ ബി ദശകങ്ങളും ശതകങ്ങളും എടുത്തിട്ട് നമ്മൾ അതിലൊരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മോർബിഡിറ്റി ഏറ്റവും കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ ലാപ്രോസ്കോപ്പിക് സർജറി വന്നു, ഇപ്പോൾ റോബോട്ടിക് സർജറി വന്നു. അപ്പോൾ റോബോട്ടിക് സർജറി വലിയൊരു ലീപ്പാണ്. നമ്മുടെ സർജറിനെ കണ്ടിരുന്ന, അത് ഇമാജിൻ ചെയ്തിരുന്ന രീതിയിൽ നിന്ന് ഒരു വ്യത്യാസം. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പം റോബോട്ടല്ല ഇപ്പോൾ സർജറി ചെയ്യുന്നത്, സർജൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ സർജൻ റോബോട്ടിനെ അയാളുടെ വിരലുകളിലൂടെയും കാലുകളിലൂടെയും നിയന്ത്രിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ പ്രിസൈസാണ്. പിന്നെ അതേപോലെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ കാണണമെങ്കിൽ ഈ റോബോട്ടിന് അത്ര ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാമറയുണ്ട്, 3 ഡയമെൻഷണൽ വിഷ്വലൈസേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മുമ്പ് സർജറി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് തൊട്ടടുത്ത് നിന്ന് സർജറി ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് റോബോട്ടിൽ. അപ്പം നമ്മളൊരു വല്ലാതെ ഒരു ടെക്നോളജിക്കലി വലിയൊരു ലീപ്പാണ്. ഒരു സർജൻ എന്നുള്ള നിലയിൽ വളരെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അതൊക്കെ ചെയ്യുന്നതിൽ.
നമുക്ക് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ റോബോട്ടുകളാണെങ്കിലും ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കാലം തന്നെയാണ്. അതെ, ക്യാൻസർ അവയർനെസ് ഡേ ആണ്. അപ്പം ഡോക്ടർക്ക് എന്താണ് ആ അവയർനെസ് അല്ലെങ്കിൽ ഇത്തവണത്തെ ആ ഒരു സന്ദേശം എന്താണ് കൊടുക്കാനുള്ളത്? നമുക്ക് ക്യാൻസറിനെ വരുന്നതിന് മുമ്പ് തടയുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിലേറ്റവും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അപ്പോൾ നമുക്കുള്ള അഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നത് എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാരണം എന്തുകൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്നു എന്നറിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കാൻ കുറേ സഹായമായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ അതിനുള്ള ഇപ്പം കാരണങ്ങളായിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടുബാക്കോ ച്യൂയിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോളിസോ അതും അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സോ അതൊക്കെ ഒഴിവാക്കുക. അതേപോലെ വ്യായാമത്തിലൊക്കെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു വ്യായാമം ഷെഡ്യൂൾ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലക്ഷണം എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കും, എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടറെ കാണിക്കുക. ഏർലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ക്യാൻസറിൻ്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനും അത് ട്രീറ്റ് ചെയ്ത് കളയാനും പറ്റും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സമയത്താണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് മിക്കവാറും ക്യാൻസറിനൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല ക്യൂറേറ്റുമുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ, ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരുപക്ഷെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു തലമുറ കണ്ട ഏറ്റവും വലിയൊരു ഏറ്റവും ഭീതി ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. നമുക്കെല്ലാം ഒരുമിച്ച് അതിനെ വളരെ പോസിറ്റീവായിട്ട് നേരിടാം. താങ്ക് യു ഡോക്ടർ.